ബിബ്ലിയോൺ ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ചോദ്യം 1. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത്? ഉത്തരം 62 വാക്യങ്ങൾ. ചോദ്യം 2. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദ്യ വിഷയം എന്ത്? ഉത്തരം അപ്പോസ്തലന്മാരെ അയക്കുന്നു. ചോദ്യം 3. യേശു 12 പേരെയും വിളിച്ച് എന്തിൻ്റെ മേലാണ് അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തത്? ഉത്തരം സകല പിശാചുക്കളുടെയും മേൽ. ചോദ്യം 4. യേശു 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം എന്തും എന്നാണ് 9:1 പറയുന്നത്? ഉത്തരം അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും. ചോദ്യം 5. 9:2 അനുസരിച്ച് എന്തിനൊക്കെയായാണ് യേശു 12 പേരെയും അയച്ചത്? ഉത്തരം ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി. ചോദ്യം 6. ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി യേശു അവരെ അയച്ചപ്പോൾ യാത്രയ്ക്ക് എന്തൊക്കെ എടുക്കരുത് എന്നാണ് പറഞ്ഞത്? ഉത്തരം വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്. ചോദ്യം 7. യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്, എന്തും ഉണ്ടായിരിക്കരുത് എന്നാണ് പറഞ്ഞത്? ഉത്തരം 2 ഉടുപ്പും ഉണ്ടായിരിക്കരുത്. ചോദ്യം 8. നിങ്ങൾ എവിടെ താമസിക്കുക, എവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക എന്നാണ് പറഞ്ഞത്? ഉത്തരം ഏതു വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക, അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക. ചോദ്യം 9. നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി എന്ത് ചെയ്യുവിൻ എന്നാണ് പറഞ്ഞത്? ഉത്തരം നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. ചോദ്യം 10. 9:6 അനുസരിച്ച് അവർ പുറപ്പെട്ട് ചെയ്തത് എന്തെല്ലാം? ഉത്തരം അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു. ചോദ്യം 11. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദ്യ വിഷയം എന്ത്? ഉത്തരം ഹേറോദേസിൻ്റെ ഉത്കണ്ഠ. ചോദ്യം 13. സംഭവിച്ചതെല്ലാം കേട്ട് ആര് പരിഭ്രാന്തനായി എന്നാണ് 9:7 പറയുന്നത്? ഉത്തരം ഹേറോദേസ് രാജാവ് പരിഭ്രാന്തനായി. ചോദ്യം 14. സംഭവിച്ചതെല്ലാം കേട്ട് ഹേറോദേസ് രാജാവ് പരിഭ്രാന്തനാകാൻ കാരണമെന്ത്? ഉത്തരം എന്തെന്നാൽ യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചിലരും ഏലിയ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് മറ്റു ചിലരും പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ ഉയർത്തു വന്നിരിക്കുന്നു എന്ന് വേറെ ചിലരും പറഞ്ഞിരുന്നു. ചോദ്യം 15. ആര് മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ചിലർ പറഞ്ഞത്? ഉത്തരം യോഹന്നാൻ. ചോദ്യം 16. ആര് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് മറ്റു ചിലർ പറഞ്ഞത്? ഉത്തരം ഏലിയ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന്. ചോദ്യം 17. ആര് ഉയർത്തു വന്നിരിക്കുന്നു എന്നാണ് വേറെ ചിലർ പറഞ്ഞത്? ഉത്തരം പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ. ചോദ്യം 18. ഞാൻ ആരെ ശിരച്ഛേദം ചെയ്തു എന്നാണ് 9:9 അനുസരിച്ച് ഹേറോദേസ് പറഞ്ഞത്? ഉത്തരം യോഹന്നാനെ. ചോദ്യം 19. 9:9 അനുസരിച്ച് ഹേറോദേസ് പറഞ്ഞത് എന്ത്? ചോദിച്ച 2 ചോദ്യങ്ങൾ ഏതെല്ലാം?
ഉത്തരം: ഞാൻ യോഹന്നാനെ ശിരശ്ഛേദം ചെയ്തു. പിന്നെ ആരെക്കുറിച്ചാണ് ഞാൻ ഇക്കാര്യങ്ങൾ കേൾക്കുന്നത്? അവൻ ആരാണ്? ചോദ്യം 20. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദ്യ വിഷയം എന്ത്? ഉത്തരം: അപ്പം വർദ്ധിപ്പിക്കുന്നു. ചോദ്യം 21. 9-10 അനുസരിച്ച് അപ്പൊസ്തലന്മാർ മടങ്ങി വന്ന് എന്തെല്ലാമാണ് യേശുവിനെ അറിയിച്ചത്? ഉത്തരം: തങ്ങൾ ചെയ്തതെല്ലാം. ചോദ്യം 22. 9-10 അനുസരിച്ച് ആരാണ് തങ്ങൾ ചെയ്തതെല്ലാം യേശുവിനെ അറിയിച്ചത്? ഉത്തരം: അപ്പൊസ്തലന്മാർ. ചോദ്യം 23. 9-10 അനുസരിച്ച് യേശു എവിടേക്കാണ് അപ്പൊസ്തലന്മാരെ കൂട്ടിക്കൊണ്ട് പോയത്? ഉത്തരം: ബേത്സയിദ എന്ന പട്ടണത്തിലേക്ക്. ചോദ്യം 24. യേശു അപ്പൊസ്തലന്മാരെ ബേത്സയിദ എന്ന പട്ടണത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോയതറിഞ്ഞ് ആരാണ് അവൻ്റെ പിന്നാലെ ചെന്നത്? ഉത്തരം: ജനങ്ങൾ. ചോദ്യം 25. 9-11 അനുസരിച്ച് ജനങ്ങൾ യേശുവിൻ്റെ പിന്നാലെ ചെന്നപ്പോൾ യേശു ചെയ്തത് എന്തെല്ലാം? ഉത്തരം: അവൻ അവരെ സ്വീകരിച്ച് ദൈവരാജ്യത്തെപ്പറ്റി അവരോട് പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. ചോദ്യം 26. 9-11 അനുസരിച്ച് യേശു ജനങ്ങളെ സ്വീകരിച്ച് എന്തിനെപ്പറ്റിയാണ് അവരോട് പ്രസംഗിച്ചത്? ഉത്തരം: ദൈവരാജ്യത്തെപ്പറ്റി. ചോദ്യം 27. യേശു ആരെ സുഖപ്പെടുത്തുകയും ചെയ്തു എന്നാണ് 9-11 പറയുന്നത്? ഉത്തരം: രോഗശാന്തി ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. ചോദ്യം 28. പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ 12 പേരും അടുത്തുവന്ന് യേശുവിനോട് പറഞ്ഞത് എന്ത്? ഉത്തരം: നാം വിജനപ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണസാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക. ചോദ്യം 29. എവിടെ പോയി താമസിക്കുന്നതിനും എന്ത് വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക എന്നാണ് 12 പേരും അടുത്തുവന്ന് യേശുവിനോട് പറഞ്ഞത്? ഉത്തരം: ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണസാധനങ്ങൾ വാങ്ങുന്നതിനും. ചോദ്യം 30. നാം വിജനപ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണസാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക എന്ന് 12 പേരും അടുത്തുവന്ന് പറഞ്ഞത് എപ്പോൾ? ഉത്തരം: പകൽ അസ്തമിച്ച് തുടങ്ങിയപ്പോൾ. ചോദ്യം 31. ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണസാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക എന്ന് 12 പേരും അടുത്തുവന്ന് പറഞ്ഞപ്പോൾ യേശു പ്രതിവചിച്ചത് എന്ത്? ഉത്തരം: നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. ചോദ്യം 32. നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ എന്ന് യേശു പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പക്കൽ എന്ത് മാത്രമേയുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്? ഉത്തരം: 5 അപ്പവും 2 മത്സ്യവും. ചോദ്യം 33. ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം നൽകണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് അവർ പറഞ്ഞത്? ഉത്തരം: ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ട് വരണം. ചോദ്യം 34. അവിടെ ഏകദേശം എത്ര പുരുഷന്മാർ ഉണ്ടായിരുന്നു എന്നാണ് 9-14 പറയുന്നത്? ഉത്തരം: 5000 പുരുഷന്മാർ. ചോദ്യം 35. എത്ര വീതം പന്തികളായി ജനങ്ങളെ ഇരുത്തുവിൻ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ഉത്തരം: 50 വീതം പന്തികളായി. ചോദ്യം 36. 50 വീതം പന്തികളായി
ആരെ ഇരുത്തുവിൻ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ഉത്തരം: ജനങ്ങളെ ഇരുത്തുവിൻ എന്ന്. ചോദ്യം 37. 50 വീതം പന്തികളായി ജനങ്ങളെ ഇരുത്തുവിൻ എന്ന് യേശു പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചെയ്തത് എന്ത്? ഉത്തരം: അവർ അങ്ങനെ ചെയ്തു, എല്ലാവരെയും ഇരുത്തി. ചോദ്യം 38. യേശു ആ 5 അപ്പവും 2 മീനും എടുത്ത് ചെയ്തത് എന്തെല്ലാം? ഉത്തരം: അവൻ ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവ ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ചോദ്യം 39. യേശു ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവ ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായി ആരെയാണ് ഏൽപ്പിച്ചത്? ഉത്തരം: ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ചോദ്യം 40. ലൂക്ക 9:16 സമാനമായ വചനഭാഗങ്ങൾ ഏതെല്ലാം? ഉത്തരം: മത്തായി 26:26, മർക്കോസ് 14:22, ലൂക്ക 22:19, ലൂക്ക 24:30. ചോദ്യം 41. 9:17 അനുസരിച്ച് ഭക്ഷിച്ച് തൃപ്തരായത് ആര്? ഉത്തരം: എല്ലാവരും. ചോദ്യം 42. ബാക്കി വന്ന കഷണങ്ങൾ എത്ര കുട്ട നിറയെ ആണ് അവർ ശേഖരിച്ചത്? ഉത്തരം: 12 കുട്ട നിറയെ. ചോദ്യം 43. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദ്യ വിഷയം എന്ത്? ഉത്തരം: പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം. ചോദ്യം 44. ഒരിക്കൽ യേശു എങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു എന്നാണ് 9:18 പറയുന്നത്? ഉത്തരം: തനിയെ പ്രാർത്ഥിക്കുകയായിരുന്നു. ചോദ്യം 45. ഒരിക്കൽ യേശു തനിയെ പ്രാർത്ഥിക്കുകയായിരുന്നു, ആരും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം: ശിഷ്യന്മാരും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ചോദ്യം 46. ഒരിക്കൽ യേശു തനിയെ പ്രാർത്ഥിക്കുകയായിരുന്നു, അപ്പോൾ കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാരോട് അവൻ ചോദിച്ചത് എന്ത്? ഉത്തരം: ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? ചോദ്യം 47. ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന് യേശു ചോദിച്ചപ്പോൾ ശിഷ്യന്മാർ നൽകിയ മറുപടി എന്ത്? ഉത്തരം: ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പൂർവ്വപ്രവാചകന്മാരിൽ ഒരാൾ ഉയർത്തിരിക്കുന്നു എന്നും പറയുന്നു. ചോദ്യം 48. ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന് യേശു ചോദിച്ചപ്പോൾ ശിഷ്യന്മാർ നൽകിയ മറുപടിയിൽ ചിലർ പറയുന്നത് എന്ത്? ഉത്തരം: സ്നാപക യോഹന്നാൻ എന്ന്. ചോദ്യം 49. ശിഷ്യന്മാർ നൽകിയ മറുപടിയിൽ മറ്റു ചിലർ പറയുന്നത് എന്ത്? ഉത്തരം: ഏലിയ. ചോദ്യം 50. ശിഷ്യന്മാർ നൽകിയ മറുപടിയിൽ വേറെ ചിലർ പറയുന്നത് എന്ത്? ഉത്തരം: പൂർവ്വപ്രവാചകന്മാരിൽ ഒരാൾ ഉയർത്തിരിക്കുന്നു എന്ന്. ചോദ്യം 51. 9:20 അനുസരിച്ച് യേശു ശിഷ്യന്മാരോട് ചോദിച്ചത് എന്ത്? ഉത്തരം: ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ചോദ്യം 52. ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് യേശു ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ ഉത്തരം നൽകിയത് ആര്? നൽകിയ ഉത്തരം എന്ത്? ഉത്തരം: പത്രോസ് ഉത്തരം നൽകി, നീ ദൈവത്തിൻ്റെ ക്രിസ്തു ആണ്. ചോദ്യം 53. ലൂക്കായുടെ സുവിശേഷം
9 അധ്യായം 21 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദ്യ വിഷയം എന്ത്? ഉത്തരം: പീഡാനുഭവവും ഉത്ഥാനവും. 1-ാം പ്രവചനം. ചോദ്യം 54. ഇക്കാര്യം ആരോടും പറയരുതെന്ന് കർശനമായി നിരോധിച്ചതിന് ശേഷം യേശു അരുളി ചെയ്തത് എന്ത്? ഉത്തരം: മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയിർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ചോദ്യം 55. ലൂക്ക 9:21 സമാനമായ വചനഭാഗങ്ങൾ ഏതെല്ലാം? ഉത്തരം: ലൂക്ക 9-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ, ലൂക്ക 17:25, ലൂക്ക 18-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 56. ആര് വളരെയേറെ സഹിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു അരുളി ചെയ്തത്? ഉത്തരം: മനുഷ്യപുത്രൻ. ചോദ്യം 57. മനുഷ്യപുത്രൻ ആരാലെല്ലാം തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് അരുളി ചെയ്തത്? ഉത്തരം: ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൽ. ചോദ്യം 58. മനുഷ്യപുത്രൻ എത്രാം ദിവസം ഉയിർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം: 3-ാം ദിവസം. ചോദ്യം 59. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ എങ്ങനെ എന്നെ അനുഗമിക്കട്ടെ എന്നാണ് യേശു എല്ലാവരോടുമായി പറഞ്ഞത്? ഉത്തരം: തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട്. ചോദ്യം 60. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന് യേശു പറഞ്ഞത് ആരോട്? ഉത്തരം: എല്ലാവരോടുമായി. ചോദ്യം 61. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്തു ചെയ്യും എന്നാണ് യേശു എല്ലാവരോടുമായി പറഞ്ഞത്? ഉത്തരം: അത് നഷ്ടപ്പെടുത്തും. ചോദ്യം 62. എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ എന്തു ചെയ്യും എന്നാണ് പറഞ്ഞത്? ഉത്തരം: അതിനെ രക്ഷിക്കും. ചോദ്യം 63. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും എന്തൊക്കെ ചെയ്താൽ എന്ത് പ്രയോജനം എന്നാണ് യേശു ചോദിച്ചത്? ഉത്തരം: തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ. ചോദ്യം 64. ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് ആരും തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: മനുഷ്യപുത്രനും തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും. ചോദ്യം 65. ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും ആരുടെയെല്ലാം മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും എന്നാണ് 9:26 പറയുന്നത്? ഉത്തരം: തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ. ചോദ്യം 66. എന്ത് കാണുന്നതിന് മുമ്പ് മരിക്കുകയില്ലാത്ത ചിലർ ഈ നിൽക്കുന്നവരുടെ ഇടയിലുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: ദൈവരാജ്യം കാണുന്നതിന് മുമ്പ്. ചോദ്യം 67. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 28 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദ്യ വിഷയം എന്ത്? ഉത്തരം: യേശു രൂപാന്തരപ്പെടുന്നു.
ചോദ്യം 68. ഏകദേശം എത്ര ദിവസങ്ങൾ കഴിഞ്ഞാണ് യേശു പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയത്? ഉത്തരം: ഏകദേശം 8 ദിവസങ്ങൾ കഴിഞ്ഞ്. ചോദ്യം 69. ഏകദേശം 8 ദിവസങ്ങൾ കഴിഞ്ഞ് ആരെയെല്ലാം കൂട്ടിക്കൊണ്ടാണ് യേശു പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയത്? ഉത്തരം: പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ. ചോദ്യം 70. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ചത് എന്തെല്ലാം? ഉത്തരം: പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. ചോദ്യം 71. 9:29 അനുസരിച്ച് എപ്പോഴാണ് യേശുവിൻ്റെ മുഖഭാവം മാറിയത്? ഉത്തരം: പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ചോദ്യം 72. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ വസ്ത്രത്തിന് സംഭവിച്ചത് എന്ത്? ഉത്തരം: വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. ചോദ്യം 73. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര പേരാണ് യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നത്? അവർ ആരെല്ലാം? ഉത്തരം: 2 പേർ, മോശയും ഏലിയായും. ചോദ്യം 74. 9:30 അനുസരിച്ച് മോശയും ഏലിയായും ചെയ്തുകൊണ്ടിരുന്നത് എന്ത്? ഉത്തരം: യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ചോദ്യം 75. അവർ എങ്ങനെ കാണപ്പെട്ടു എന്നാണ് 9:31 പറയുന്നത്? ഉത്തരം: മഹത്വത്തോടെ കാണപ്പെട്ടു. ചോദ്യം 76. എന്തിനെക്കുറിച്ചാണ് മോശയും ഏലിയായും സംസാരിച്ചത്? ഉത്തരം: അടുത്തുതന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട യേശുവിൻ്റെ കടന്നുപോകലിനെക്കുറിച്ച്. ചോദ്യം 77. നിദ്രാവിവശരായിരുന്നിട്ടും പത്രോസും കൂടെയുള്ളവരും ചെയ്തത് എന്ത്? ഉത്തരം: ഉണർന്നിരുന്നു. ചോദ്യം 78. 9:32 അനുസരിച്ച് പത്രോസും കൂടെയുള്ളവരും ദർശിച്ചത് എന്ത്? ഉത്തരം: യേശുവിൻ്റെ മഹത്വം. ചോദ്യം 79. പത്രോസും കൂടെയുള്ളവരും യേശുവിൻ്റെ മഹത്വം ദർശിച്ചു. അവർ കണ്ടത് ആരെ? ഉത്തരം: അവനോട് കൂടെ നിന്ന ഇരുവരെയും കണ്ടു. ചോദ്യം 80. അവർ അവൻ്റെ മഹത്വം ദർശിച്ചു. അവനോട് കൂടെ നിന്ന ഇരുവരെയും കണ്ടു. അവർ ആര്? അവൻ ആര്? അവനോട് കൂടെ നിന്ന ഇരുവർ ആര്? ഉത്തരം: അവർ പത്രോസും കൂടെയുള്ളവരും. അവൻ യേശു. അവനോട് കൂടെ നിന്ന ഇരുവർ മോശയും ഏലിയായും. ചോദ്യം 81. അവർ പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞത് എന്തെല്ലാം? ഉത്തരം: ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. 1 നിനക്ക്, 1 മോശയ്ക്ക്, 1 ഏലിയായ്ക്ക്. ചോദ്യം 82. ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. 1 നിനക്ക്, 1 മോശയ്ക്ക്, 1 ഏലിയായ്ക്ക്. ഇത് പറഞ്ഞത് ആര്? ആരോട്? പറഞ്ഞത് എപ്പോൾ? ഉത്തരം: അവർ പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു. ചോദ്യം 83. എന്ത് അവനു തന്നെ നിശ്ചയമില്ലായിരുന്നു എന്നാണ് 9:33 പറയുന്നത്? ഉത്തരം: താൻ എന്താണ് പറയുന്നതെന്ന്. ചോദ്യം 84. 9:33 അനുസരിച്ച് യേശുവിനെ ഗുരു എന്ന് സംബോധന ചെയ്യുന്നത് ആര്? ഉത്തരം: പത്രോസ്. ചോദ്യം 85. ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. 1 നിനക്ക്, 1 മോശയ്ക്ക്, 1 ഏലിയായ്ക്ക് എന്ന് പത്രോസ് പറയുമ്പോൾ സംഭവിച്ചത് എന്ത്?
ഉത്തരം: ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. ചോദ്യം 86. അവർ മേഘത്തിനുള്ളിലായപ്പോൾ ശിഷ്യന്മാർക്ക് സംഭവിച്ചത് എന്ത്? ഉത്തരം: ശിഷ്യന്മാർ ഭയപ്പെട്ടു. ചോദ്യം 87. അവർ മേഘത്തിനുള്ളിലായപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു. അപ്പോൾ മേഘത്തിൽ നിന്ന് കേട്ട സ്വരം എന്ത്? ഉത്തരം: ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. ചോദ്യം 88. അപ്പോൾ മേഘത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു: ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. അധ്യായവാക്യം ഏത്? ഉത്തരം: ലൂക്ക 9:35. ചോദ്യം 89. ഇവൻ ആര് എന്നാണ് മേഘത്തിൽ നിന്ന് കേട്ട സ്വരത്തിൽ പറയുന്നത്? ഉത്തരം: എൻ്റെ പുത്രൻ, എൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവൻ. ചോദ്യം 90. ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ എന്ത് ശ്രവിക്കുവിൻ എന്നാണ് മേഘത്തിൽ നിന്ന് കേട്ട സ്വരത്തിൽ പറഞ്ഞത്? ഉത്തരം: ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ എന്ന്. ചോദ്യം 91. ലൂക്ക 9:35 ചില കൈയെഴുത്തു പ്രതികളിൽ കാണുന്നത് എങ്ങനെ? ഉത്തരം: ഇവൻ എൻ്റെ പ്രിയനാകുന്നു എന്ന്. ചോദ്യം 92. സ്വരം നിലച്ചപ്പോൾ ആര് മാത്രമാണ് കാണപ്പെട്ടത്? ഉത്തരം: യേശു മാത്രം. ചോദ്യം 93. 9:36 അനുസരിച്ച് ശിഷ്യന്മാർ ചെയ്തത് എന്ത്? ഉത്തരം: ശിഷ്യന്മാർ മൗനം അവലംബിച്ചു. ചോദ്യം 94. ശിഷ്യന്മാർ എന്ത് ആ ദിവസങ്ങളിൽ ആരോടും പറഞ്ഞില്ല എന്നാണ് 9:36 പറയുന്നത്? ഉത്തരം: തങ്ങൾ കണ്ടതൊന്നും.